എനിക്ക് 70 വയസ്സായി. 35 വർഷത്തിൻ്റെ ഇങ്ങനൊരു പടം കണ്ടിട്ടില്ല. ചെമ്മീന് ശേഷം ചെമ്മീനെന്ന് പറഞ്ഞാൽ അതൊരു വേറെ കടലിൻ്റെ അതൊക്കെ വെറും മണ്ടന്മാർ. ഈ കച്ചട പടങ്ങൾ കണ്ട് മനസ്സെല്ലാം കംപ്ലീറ്റ് പോയി. വേറെ ഒന്നും പറയാല്ല. പൃഥ്വിരാജിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പൃഥ്വിരാജിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ അതൊരാൾ അഭിനയിച്ചുകൂടി കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലാവും. ബുക്കിൻ്റെ അതേ ഇമ്പാക്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല. മോള് ബുക്ക് വായിച്ചു. മോള് പ്രത്യേകം പറഞ്ഞു കാണണം. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം, നല്ല പടം. നല്ല സിനിമയായിരുന്നു. ഇല്ല അടിപൊളി പടം. ഒന്നും പറയാല്ല. പൃഥ്വിരാജ് കലക്കി. നല്ല സിനിമ. സൂപ്പറായിരുന്നു. സൂപ്പർ സിനിമ. സൂപ്പർ പടമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടം കൊള്ളാം, നോക്കിയിട്ടിരിക്കാം. സീൻ പടം. 16 വർഷത്തെ കഷ്ടപ്പാട് ഫുൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കരഞ്ഞു പോവും. നല്ലതാ. ഇല്ല, മോള് ബുക്ക് വായിച്ചു. മോള് പ്രത്യേകം പറഞ്ഞു കാണണം. നല്ല മൂവി. ഞാൻ വായിച്ചു. പടം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് കേട്ടിട്ടാണ് കൂടുതലായിട്ട് വന്ന് നോക്കാൻ വേണ്ടി വന്നത്. സൂപ്പറായിട്ടുണ്ട്. ഫിലിം കൊള്ളായിരുന്നു. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഫിലിം തന്നെയായിരുന്നു. മൂവി നല്ല മൂവിയായിരുന്നു. നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. ബുക്കിൻ്റെ അതേ ഇമ്പാക്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല. കറക്റ്റ് എക്സാക്റ്റ് അഡാപ്റ്റേഷൻ അല്ല, എന്നാലും നല്ല മൂവിയായിരുന്നു. നോവൽ വായിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ വേണ്ടി ഇതൊരു സർവൈവൽ മൂവിയാണല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ആൾ ഫേസ് ചെയ്തൊരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇമോഷൻ വരും. നല്ല ഗംഭീര സിനിമയാണ്. പ്രത്യേകിച്ച് അത് വായിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലതുപോലെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരാൾ അഭിനയിച്ചുകൂടി കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലാവും. ശരിക്കും പറഞ്ഞാൽ കാണണ്ടായിരുന്നെന്ന് തോന്നി. അത്ര പെയിൻഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളാം. അത് റിയൽ ലൈഫ് സ്റ്റോറി ആകുമ്പം അതിന് ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അവർ അത്രയും ക്രിയേറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഫ്രെയിംസ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയതുകൊണ്ട് പിന്നെ ബാലൻസ്ഡ് ആണ്. നോവൽ വായിച്ചിട്ടില്ല, പക്ഷേ സ്റ്റോറി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. പൃഥ്വിരാജിനൊന്ന് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഭയങ്കര സങ്കടമായിപ്പോയി. ഒത്തിരി കരയാനും ഉണ്ട്. നല്ല മൂവി എൻജോയ് ചെയ്തു. നോവൽ വായിച്ചിട്ടുണ്ട്. നല്ലതാ. നല്ല ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും പറയാല്ല. പൃഥ്വിരാജിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. തുളസി സാറിന് പൃഥ്വിരാജിനും ഒക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ എനിക്ക് 70 വയസ്സായി. 35 വർഷത്തിൻ്റെ ഇങ്ങനൊരു പടം കണ്ടിട്ടില്ല. ചെമ്മീന് ശേഷം ചെമ്മീനെന്ന് പറഞ്ഞാൽ അതൊരു വേറെ കടലിൻ്റെ ഇത് മരുഭൂമിയുടെ ഒരു നെഗറ്റീവും ഇല്ല. നമ്മൾ അമ്പരന്നിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നേ അമ്പരന്നിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് അത്. അപ്പോൾ ആ ഒരു ജീവിതം, അവിടുത്തെ ആ ജീവിതം അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെറും മണ്ടന്മാർ എന്ന് വെച്ചാൽ അവരിങ്ങനെ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണാൻ അവർക്ക് ഉള്ള അതില്ല. ഈ കച്ചട പടങ്ങൾ കണ്ട് മനസ്സെല്ലാം കംപ്ലീറ്റ് പോയി. ഇങ്ങനെയുള്ള പടങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ എത്ര വർഷങ്ങളിരുന്നു. ഞാൻ ചെമ്മീൻ കണ്ടതിന് ശേഷം എനിക്ക് ഒരു ഓർമ്മ ഉണ്ടായ ഒരു പടം ഇതാണ്. മനസ്സിലായി? ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ബുക്ക് ഇനി വായിക്കണം എന്ന് വെച്ചാൽ നേരത്തെ വായിക്കാമെന്ന് പറയാം. ഈ രണ്ടാണല്ലോ. ബുക്കിലുള്ള ഒന്നും ഇതിലില്ല. കുറേ കാര്യങ്ങൾ ഇതിലില്ല. എന്ന് വെച്ചാൽ അതൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ മാറ്റി. ഞാൻ ഇത് യൂട്യൂബിലൊക്കെ കാണും. കുറച്ചൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അറിയാം, കുടുംബമായിട്ട് വന്നിരുന്ന് കാണിക്കുന്നവരുടെ മുമ്പ് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതെന്തായാലും നല്ല നന്നായിരുന്നു. ഇനിയും പറ്റുമെങ്കിൽ ഇനിയും കാണും. ശരി.